السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. العاقبة للمتقين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ബ്രൈറ്റ് അക്കാദമിയിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള, ഫെബ്രുവരി എന്ന് പറഞ്ഞുകൊണ്ട് ജൂലൈ മാസത്തിൽ നടന്നിട്ടുള്ള, കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള കേട്ടറ്റ് അറബിക്കിന്റെ ചോദ്യപേപ്പർ, സർവീസ് അധ്യാപകരുടെ കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഇന്ന് അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. നമ്മളത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. ഒരു ചെറിയ തിരക്കിലാണ് ഇൻഷാ അള്ളാ. ഇന്ന് രാത്രിയോടുകൂടി ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ട് നാളെ നിങ്ങൾക്ക് മൊത്തത്തില് എന്തൊക്കെ തെറ്റുകളാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് എന്നും അത് ചലഞ്ച് ചെയ്യേണ്ട രൂപം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇൻഷാ അള്ളാ പറഞ്ഞു തരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോ ആ വന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ ഒന്നുകൂടി വിപുലമായി കടക്കുകയാണ്. നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് നമ്മൾ ഇന്നലെ അറബി സാഹിത്യത്തിന്റെ എല്ലാവിധ ചോദ്യങ്ങളും നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്. ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മളും ഉള്ളത്. ഇനി ആദ്യത്തെ ഒരു ചെറിയൊരു ചോദ്യം, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ്, നിങ്ങൾ പഠിപ്പിക്കുന്നവരാണെന്നൊക്കെ അറിയാം. ഇൽമുൽ ബലാഗയ്ക്ക് എത്ര വിജ്ഞാന ശാസ്ത്രമാണ് ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട് വരുന്നത്? പരീക്ഷ എഴുതിയ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇൽമുൽ ബലാഗയ്ക്ക് എത്ര വിജ്ഞാന ശാഖകളാണ് ഉള്ളത്? ഇൽമുൽ ബലാഗയ്ക്ക് പ്രധാനമായിട്ടും ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, അങ്ങനെ 3 വിജ്ഞാന ശാഖയാണ് ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇപ്പോ ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരു ആശയത്തെ നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇൽമുൽ ബയാൻ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇൽമുൽ മആനി എന്ന് പറയുന്നത് ഒരു പദത്തിന്റെ അവസ്ഥയെ ഒരു മുഖ്തദിൽ ഹാലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇൽമുൽ മആനി ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഖബർ, ഇൻഷാ തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് വരുന്നത്. എന്നാൽ ഒരു പദത്തെ എങ്ങനെ നന്നാക്കാം, തഹ്സീനുൽ കലാം, പ്രത്യേകിച്ചും ലഫ്ളിയായിട്ടും മഅനവിയായിട്ടുമുള്ള നന്നാക്കലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇൽമുൽ ബദീഅ് എന്ന് പറയുന്നത്. ഇതില് ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത് ഇൽമുൽ ബദീഅ് ആണ് എന്നും നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇൻഷാ അള്ളാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെ ഇൽമുൽ അറൂദ് എന്ന കാവ്യശാസ്ത്രം കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇന്ന് ചെറുതായിട്ട് കുറച്ചൊക്കെ പറഞ്ഞു പോകേണ്ടത് കൂടിയുണ്ട് എന്ന് ആദ്യമേ നിങ്ങളോട് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയാണ്. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം, തെറ്റിയവരുണ്ടാവാം, ശരിയായവരുണ്ടാവാം. നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ചിലപ്പോ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഇതേ ചോദ്യങ്ങൾ വീണ്ടും കാണാം. ഇപ്പൊ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യത്തിന്റെ സെഷൻ ഉപയോഗപ്പെടുത്താം എന്നുകൂടി തുടക്കത്തിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാണ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ഒരു ചോദ്യം നോക്കിക്കണം കേട്ടോ. തശ്ബീഹുൽ മുജ്മിൽ എന്ന് പറയുന്നത് മാ ഹുദിഫ മിൻഹു, അത് എന്തിനെ കളഞ്ഞിട്ടുള്ളതാണ്? തശ്ബീഹുൽ മുജ്മിൽ എന്ന് പറയുന്നത്, തശ്ബീഹുൽ മുജ്മിൽ എന്ന് പറയുന്നത് എന്തിനെ കളഞ്ഞിട്ടുള്ളതാണ്? മുഷബ്ബഹിനെ ടൈപ്പ് ചെയ്യാട്ടോ, ടൈപ്പ് ചെയ്യുക, കാരണം എല്ലാവരും ഉള്ളതാണ്. മുഷബ്ബഹിനെ കളഞ്ഞിട്ടുള്ളതാണോ, അതല്ല മുഷബ്ബഹ് ബിഹിയിട്ടുള്ളതാണോ, വജ്ഹു ശുബഹിനെ കളഞ്ഞിട്ടുള്ളതാണോ, അദാത്തിനെ കളയപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളതാണ്. നമുക്ക് ഉത്തരം നോക്കാം. നമുക്കറിയാം അല്ലെ, വജ്ഹു ശുബഹ് കളയപ്പെട്ടതിനെയാണ് നമ്മളത് എന്ന് പറയുന്നത് തശ്ബീഹുൽ മുജമ്മിൽ എന്ന് പറയുന്നത്. തശ്ബീഹുൽ മുജമ്മിൽ എന്ന് പറയുന്നത്
ഇപ്പൊ നമുക്ക് അക്സാമു തഷ്ബീഹ് ആയിട്ട് നമുക്ക് പറയുന്നത് തഷ്ബീഹുൽ മുർസൽ. തഷ്ബീഹുൽ മുർസൽ അതായത് അദാത്ത് കളയപ്പെട്ടവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? തഷ്ബീഹുൽ മുർസൽ എന്നുള്ളത്. തഷ്ബീഹുൽ മുർസൽ എന്ന് പറയുന്നത് അദാത്ത് കളയപ്പെട്ട തഷ്ബീഹുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് തഷ്ബീഹുൽ മുർസൽ എന്ന് പറയാം. എന്താണ് തഷ്ബീഹുൽ മുഅക്കദ്? അദാത്ത് പറയപ്പെടാത്ത തഷ്ബീഹിനെയാണ് നമ്മൾ തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയാം. എന്താണ് തഷ്ബീഹുൽ മുഫസ്സിൽ? അത് വജ്ഹു ശുബ്ഹ് പറയപ്പെട്ടതിനെയാണ്. യുദ്ക്കറു ഫീഹി വജ്ഹു ശുബ്ഹ്. വജ്ഹു ശുബ്ഹ് പറയപ്പെട്ടതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? തഷ്ബീഹുൽ മുഫസ്സിൽ എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് തഷബീഹുൽ മുജമ്മിൽ? അതാണ് നമ്മൾ ഇവിടുത്തെ ചോദ്യം അല്ലെ. വജ്ഹു ശുബ്ഹ് പറയാത്ത കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തഷ്ബീഹുൽ മുജമ്മിൽ എന്ന് പറയുന്നത്. എന്നാൽ തഷ്ബീഹുൽ ബലി എന്ന് പറയുന്നത് അദാത്തോ വജ്ഹു ശുബ്ഹോ ഇല്ലാത്തതാണ്. ഉദാഹരണത്തിന് പറയാണ് നമ്മൾ എന്താണ്? അന്നശറു മിസ്കുൻ വൽ വുജൂഹു ദനാനീറുൻ വഅത്റാഫുൽ അക്ഫി അനമുൻ എന്നൊരാൾ പറയണം. അന്നശറു മിസ്കുൻ എന്താണ്? നഷർ എന്നുള്ളത് എന്താണ്? മിസ്കിൻ, അതൊരു കസ്തൂരി പോലെയാണ് എന്ന് പറയുന്നിടത്ത് എന്തെയാണ് നമ്മൾ നഷറിനെ മിസ്കിനോട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതിനാണ് നമ്മൾ തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി എന്താണ് ഈ പറഞ്ഞ എന്താണ് മുഷബ്ബഹ്, എന്താണ് മുഷബ്ബഹ് ബിഹി, എന്താണ് വജ്ഹു ശുബ്ഹ്, എന്താണ് അദാത്ത് തഷ്ബീഹ്? നിങ്ങൾക്കറിയോ എന്താണ് മുഷബ്ബഹ്? മൽ മുറാദ് ബിൽ മുഷബ്ബഹ്? ഒരാൾ പറയാണ് അൽ കിതാബു കൽ ഉസ്താദി ഫിൽ ഹിദായത്തി. പുസ്തകം എന്ന് പറയുന്നത് ഒരു ഉസ്താദിനെ പോലെയാണ് എന്തിന്റെ വിഷയത്തിൽ? ഹിദായത്തിന്റെ വിഷയത്തിൽ എന്ന് പറയാണ്. ഇവിടെ മുഷബ്ബഹ് ഏതാണ്? മുഷബ്ബഹ് ബിഹി ഏതാണ്? അദാത്ത് തഷ്ബീഹ് ഏതാണ്? വജ്ഹു ശുബ്ഹ് ഏതാണ്? ആരെങ്കിലും പറയും? കൽ ഉസ്താദി ഫിൽ ഹിദായ. അദാത്ത് തഷ്ബീഹ് ഹിദായ വജ്ഹ് ഫിൽ ഹിദായ വജ്ഹു ശുബ്ഹ്. അൽ കിതാബ് എന്നുള്ള എന്താണ്? അൽ കിതാബ് മുഷബ്ബഹ്. ഇവിടെ മുഷബ്ബഹ് ബിഹി ഏതാണ്? മുഷബ്ബഹ് ബിഹി ഏതാണ്? അൽ കിതാബു കൽ ഉസ്താദു. കൽ ഉസ്താദി, ഉസ്താദിനെ പോലെയാണ് എന്ന് പറയണം. ഇവിടെ ആരാണ്? ഉസ്താദ് മുഷബ്ബഹ് കൽ ഉസ്താദ് മുഷബ്ബഹ് ബിഹി അദാത്ത് തഷ്ബീഹ്. ഓക്കേ, ഫിൽ ഹിദായ വജ്ഹു ശുബ്ഹ്. ക്ലിയർ ആണോ? യെസ് യെസ്. വേറെ ഡിസ്കഷൻ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ്? ഇപ്പം ഇവിടെ നമ്മൾ പറയാണ് അൽ ഉസ്താദു അല്ല അൽ കിതാബു ഉസ്താദുൻ ഫിൽ ഹിദായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? തഷ്ബീഹുൽ മുഅക്കദ്. കാരണം കൽ പറഞ്ഞിട്ടില്ല അല്ലെ. ഇവിടെ നമ്മൾ പറയണ അൽ കിതാബു കൽ ഉസ്താദു ഫിൽ ഹിദായ എന്ന് പറയുമ്പോൾ തഷ്ബീഹുൽ മുർസലാണ് അല്ലെ. തഷ്ബീഹുൽ മുർസൽ അല്ലേ? അതെ അതെ. ഓക്കെ, ക്ലിയർ. അടുത്തത് അൽ ഇസ്തിആറത്തു മിൻ ഇൽമി ഡേഷ്. ഇസ്തിആറ എന്ന് പറയുന്നത് ഏത് ഇൽമിൽപ്പെട്ടതാണ്? ബയാനിലാണോ, മആനിയാണോ, ബദി ആണോ, മുഹ്സനാത്തിലാണോ? ടൈപ്പ് ചെയ്യണേ, തരം ടൈപ്പ് ചെയ്യണേ. മൈക്ക് ഓഫ് ആക്കണം, ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇൽമുൽ ബയാനിലേതാണോ, ഇൽമുൽ മആനിയിലാണോ, ഇൽമുൽ ബദിഇലാണോ, മുഹ്സനാത്തുൽ ലഫ്ദിയ വൽ മുഹ്സനാത്തുൽ മഅനവിയയിലുള്ളതാണോ? യെസ്, ഇൽമുൽ ബയാനിലെ ഒരു വിജ്ഞാന ശാഖയാണെന്ത്? ഇസ്തിആറ എന്ന് പറയുന്നത്. ഇസ്തിആറ എന്ന് വെച്ചാൽ എന്താണ്? ഇസ്തിആറ എന്ന് വെച്ചാൽ എന്താണ്? ഇസ്തിആറ എന്ന് വെച്ചാൽ എന്താണ്? മൽ മുറാദ് ബിൽ ഇസ്തിആറ? ഡെഫിനിഷൻ എന്തായിരുന്നു? ഏതെങ്കിലും ഒന്ന് കളഞ്ഞത്.
തഷ്ബീഹ് ഹുദിഫ അഹദ ത്വറഫൈ അല്ലേ, മുഷബ്ബഹിനെയോ മുഷബ്ബഹു ബിഹിയെയോ കളയുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇസ്തിയാറ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ മുഷബ്ബഹിനെ കളയുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം? ഇസ്തിആറ എന്ന് പറയാം. അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹിയെ കളയുന്നതിന് നമ്മൾ എന്ത് പറയും? ഇസ്തിആറ എന്ന് പറയും. ഓക്കെ, ഒരു ഉദാഹരണം പറയാൻ പറ്റോ? ഇപ്പൊ ഒരാൾ പറയാണ് തബസ്സമ സഹർ, പൂവ് പുഞ്ചിരിച്ചു എന്ന് പറയാണ്. അത് തഷ്ബീഹാണോ അതല്ല ഇസ്തിആറയാണോ? തബസ്സമ സഹർ, പൂവ് പുഞ്ചിരിച്ചു എന്ന് പറയാണ്. ഇവിടെ ഇസ്തിആറയാണോ അതല്ല തഷ്ബീഹാണോ? കാരണം എന്താ? പൂവിന് പുഞ്ചിരിക്കാൻ പറ്റോ? ഇല്ല. പുഞ്ചിരി എന്ന് പറയുന്നത് മനുഷ്യന് ഉള്ള സാധനമാണ്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? പൂവിലേക്ക് ചേർത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? കാരണക്കാരനായ മനുഷ്യനെ കളയാണ്. ഇതിനാണ് ഇസ്തിആറ എന്ന് നമ്മൾ പറയാം. ഓക്കെ, മുഷബ്ബഹിനെയും മുഷബ്ബഹു ബിഹിയെ കളയുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇസ്തിആറ എന്ന് പറയുന്നത്. യെസ്. മിൻ അലാഖാത്തി മജാസിൽ മുർസലി ഫിൽ ആയത്തി ഫൽയദ്ഉ നാദിയ സനദഉ സബാനിയ. ടൈപ്പ് ചെയ്യണേ. ഫൽയദ്ഉ നാദിയ സനദഉ സബാനിയ. ടൈപ്പ് ചെയ്യണേ. എന്താ അർത്ഥം? എന്താണ് ഫലിയദഉ നാദിയ സനദഉ സബാനിയ? എന്താണ്? വിളിക്കുന്നവരെ അവർ നാദിയ, അവർ വിളിക്കുന്നവരെ വിളിക്കട്ടെ. അവർ ആരെ? വിളിച്ചോട്ടെ, വിളിക്കുന്നവരെ അവർ വിളിക്കട്ടെ. വിളിച്ചു കൊണ്ടാണ്. സനദഉ സബാനിയ, സബാനിയാക്കളെ നാമം വിളിക്കും. ആരാണ് ഈ സബാനിയാക്കൾ എന്ന് വെച്ചാല്? സബാനിയ എന്ന് വെച്ചാല് നരകത്തിലെ മലക്കുകളാണ് സബാനിയാക്കൾ എന്ന് പറയും. ഓക്കെ, അവർക്ക് വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചോട്ടെ, ഞാൻ ആരെ വിളിച്ചോളാം? സബാനിയാക്കളെ വിളിച്ചോളാം. അതായത് ഇവിടെ ദുഷ്ടനായ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ അലഖിൽ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നിടത്ത് പറയാം. ഓക്കെ, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഫലിയദ്ഉ നാദിയ സനദഉ സബാനിയ എന്ന് പറയുന്നത്. ഇവിടെ ഹാലിയയാണോ മഹല്ലിയയാണോ ജുസ്ഇയയാണോ സബബിയാണോ? മഹല്ലിയാണ്. അപ്പൊ എന്താണ് മഹല്ലിയയാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ ഫലിയദ്ഉ നാദിയ സനദഉ സബാനിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഅ്തിബാറു മാ യകൂനൂൽ എന്ത് ചെയ്യാറുണ്ട്? സോറി, ഇത് തെറ്റിപ്പോയി കേട്ടോ. മഹല്ലിയയില് നമ്മളിത് പറയാറുണ്ട്. ഇപ്പൊ ഉദാഹരണം നോക്കിക്കേ. എന്താണ് നാദിയ എന്ന് പറയുന്നതാണ് സാധാരണ നമുക്ക് ഫലിയദ്ഉ നാദിയ, നാദിയയിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ? ഫലിയദ്ഉ, അവർ വിളിക്കട്ടെ. നാദി എന്ന് വെച്ചാൽ ക്ലബാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ നാദി എന്ന് പറയാറുള്ളത്. ഇപ്പൊ നാദീന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുന്ന ക്ലബാണ്. അപ്പൊ അവിടെ ഈ ഒരു വാക്ക് ഇസ്തിയാറയായിട്ട് മജാസ് ആയിട്ട് ഉപയോഗിച്ചതാണ് അല്ലെ. മജാസ് എന്ന് വെച്ചാൽ എന്താണ്? മൽ മുറാദ് ബിൽ മജാസ്. എന്താണ് മജാസ് എന്ന് വെച്ചാൽ? എന്താണ്? വ്യംഗ്യമാക്കുക. അങ്ങനെ മജാസ് എന്ന് വെച്ചാൽ എന്താണ്? വ്യംഗ്യമാക്കുക. അതായത് ഒരു പദത്തെ അതിന്റെ അതല്ലാത്ത മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുമ്പോഴാണ് മജാസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു പദത്തെ അതിന്റെ അതല്ലാത്ത മറ്റൊരർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ മജാസ് എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? മജാസിന് ഒരു കരീനത്ത് വേണം അല്ലെ. യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന ഒരു കരീനത്തോട് കൂടി വേണം നമ്മൾ മജാസ് പ്രയോഗിക്കാൻ. ഓക്കെ, ക്ലിയർ ആണോ? അത് മുഷാബഹത്താവാം, ഒരു മുഷാബഹത്താകാം. ഇവിടെ
നമ്മൾ എന്താണ് ഫലിയദ്ഉ നാദി, അവർ എന്താണ് നാദിയയെ വിളിക്കട്ടെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നാദിയിലുള്ള ആൾക്കാരെ വിളിച്ചു കൊള്ളട്ടെ എന്നാകാം. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്താണ്, മഹല്ല് പറയാണ്. നാദി എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞുകൊണ്ട് എന്താണ് അവിടെ ഒരുമിച്ച് കൂടിയ ആൾക്കാരെയാണ് വിളിക്കുന്നത്. ഒന്നും കൂടി കുറച്ചുകൂടി എളുപ്പമാക്കി പറഞ്ഞുതരാം. ഇവിടെ നാദ് എന്ന് പറയുന്നത് ക്ലബ്ബാണ്, നാദിയ എന്ന് പറയുന്നത് ക്ലബ്ബാണ്. ഒക്കെ നമ്മുടെ മലയാളത്തിൽ നാദിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ക്ലബ്ബ് എന്ന് പറയും. ഇപ്പോ നാദിയില് ഒരുമിച്ച് കൂടുന്ന ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അള്ളാഹു താല ഡയറക്റ്റ് ആയിട്ട് നാദിയെ വിളിക്കാണ്. ക്ലബിനെ വിളിക്കുമ്പോ എന്താണ്, ക്ലബിലുള്ള ആൾക്കാർ കൂടെ പോകും. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷൻ നടക്കാണ്. കേരളത്തിലെ ഏറ്റവും നല്ല എന്താണ് കേട്ടറ്റ് ടോപ്പേഴ്സിനുള്ള 150ൽ 150 മാർക്ക് വാങ്ങിയിട്ടുള്ളവരോട് വരാൻ പറയും. 150 മാർക്ക് കിട്ടുള്ളവരോട് വരാൻ പറയുമ്പോൾ എന്തേ, 150 മാർക്ക് വാങ്ങിയവൻ വരാൻ പറഞ്ഞാൽ എന്തേ, എല്ലാവരും പോകും. കാരണം 150 മാർക്ക് എത്ര പേർക്കുണ്ടോ അവരെല്ലാരും പോകും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അറബിക് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുമ്പോൾ എന്തേ, അറബി ഡിപ്പാർട്ട്മെന്റിലുള്ള ഗസ്റ്റ് അവിടെ ആരാണ് ഉദ്ദേശിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 2 കോർഡിനേറ്റേഴ്സ് മാത്രം പോയാൽ മതി. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് മഹല്ലിയ എന്ന് വെച്ചാൽ? ഹലോ, ക്ലിയർ ആണോ? അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫലിയദ്ഉ നാദിയ, നിങ്ങൾ നാദിയാക്കളെ വിളിക്കുക ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങളെ അവിടെ ആ നാദിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആൾക്കാരെ വിളിക്കുക എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. യാ ലൈതം ലന മസലമാ ഊത്തിയ കാറൂൻ ഹാദ മിസാലുല്ലി, ഇത് എന്തിന് ഉദാഹരണമാണ്? യാ ലൈത്ത, അല്ലയോ, ലന ഞങ്ങളുടെ, മിസലമാ ഊത്തിയ കാറൂൻ, കാറൂനിലേക്ക് എത്തിയതുപോലെ അല്ലെങ്കിൽ കാറൂന് നൽകിയതുപോലെ. അതായത് യാ ലൈത്ത ലനാ മിസ്ലമാ ഊത്തിയ കാറൂന, അതായത് കാറൂന് ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയാണ്. ഇത് തമന്നിക്ക് ഉദാഹരണമാണോ, അതല്ല തർജി എന്ന് പറയുന്നതിന് ഉദാഹരണമാണോ, അത് ദുആഇന് ഉദാഹരണമാണോ, തളറഇന് ഉദാഹരണമാണോ? മനസ്സിലായി നോക്ക്. അതായത് കാറൂന് ലഭിച്ചതുപോലെ ഒരു കാലം ഞങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊരാൾ പറയാണ്. ഇത് എന്തിന് ഉദാഹരണമാണ്? തർജിമാണ് റജാ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ആഗ്രഹം പറയാണ് ചെയ്യുന്നത് അല്ലെ. യാലൈത്തനി കുന്ത തുറാവൻ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് അല്ലെ, യാലൈത്തനി കുന്ത തുറാവൻ, എന്താണ് നരകവാസികളായിട്ടുള്ള ആൾക്കാര് മഹ്ശറയിലെ കഠിന സമയത്ത് മനുഷ്യന്മാര് പറയും എത്രേ, യാലൈത്തനി കുന്ത തുറാവൻ, നീ എന്നെ എങ്ങാനും ഒരു മണ്ണായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എന്താണ് മതിയായിരുന്നു റബ്ബേ എന്ന് മനുഷ്യന്മാര് പറയുമാണ് എന്നുള്ളതാണ്. അത് തമന്നിക്ക് ആഗ്രഹത്തോടു കൂടി അവർ പറയുന്ന പോലെയാണ്. അതേപോലെ തന്നെ എന്താണ് ഇനി ഇവിടെ എന്താണ് യാലൈത്തലന മിസ്ലമ ഊത്തിയ കാറൂന, എന്താണ് കാറൂന് ലഭിച്ച ഒന്നിനെ ഞങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഇവർ ആഗ്രഹം പറയാണ്. ഇനി അടുത്തത് തർജിയാണ്. തർജി എന്ന് വെച്ചാൽ എന്താണ്? തർജി മൽ മുറാദ് ബി തർജി, ഇതൊക്കെ എന്തിനു വരുന്നതാണ് തർജിയൊക്കെ? ഹലോ, ഇൽമുൽ മാനിയിലാണ്. ഇൽമുൽ മാനിയിൽ ഏതിൽ വരുന്നതാണ്? ഇൽമുൽ മാനിയിലെ ഏതിൽ വരുന്നതാണ്? ഇൽമുൽ മാനിയിലെ ഇൻഷായിൽ വരുന്നതാണോ, അതല്ല ഖബറിൽ വരുന്നതാണോ,
ഇൻഷായിലെ തൊലബിയിൽ. ഇൻഷാഉ തൊലബിയിൽ വരുന്നതാണ് അല്ലെ. ഇൻഷാഉ തൊലബിയിൽ വരുന്നതാണ് എന്ത് തർജി എന്ന് പറയുന്നത്. ഓക്കെ, തർജിയൊക്കെ ഇൻഷാഉ തൊലബിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദുആഇന് ഉദാഹരണം ഏതെങ്കിലും ഒന്ന് ഉദാഹരണം പറയാൻ പറ്റും? ദുആഇനൊരു ഉദാഹരണമായിട്ട് ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇൻഷാഉ തൊലബി എന്താണെന്ന് നമുക്ക് നോക്കാം. അൽ ഇൻഷാഉ തൊലബി മാ യസ്തദഅമ തുലബൻ ഗൈറ ഹാസിലിൻ വഖത്തി തുലബ്. അതായത് ഇൻഷാഉ തൊലബി എന്ന് പറയുന്നത് മാ യസ്തദഅമ തുലബൻ ഗൈറ ഹാസിലിൻ വഖത്തി തുലബ്. അതായത് ഒരാൾക്ക് ഒരു ആവശ്യമുള്ള കാര്യമായിരിക്കാം, പക്ഷേ അവനിക്ക് എന്തല്ല, അത് അവൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത് വേണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരാൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അയാൾ തേടുന്നതെങ്കിലും അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ അത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്ത കാര്യത്തെയാണ് നമ്മൾ ഇൻഷാഉ തൊലബി എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 5 രൂപത്തിലാണുള്ളത്. ഒന്ന് അൽ അംറ്, ഒന്ന് അമ്രാണ്. അഖിമിസ്സലാഹ്, ഈ നിസ്കാരം നിർവഹിക്കുക എന്ന് പറയാണ്. ഇവിടെ എന്താണ്, ഒരാളോട് കൽപ്പിക്കുകയാണ്. ചിലപ്പോ അപ്പൊ തന്നെ നിസ്കരിക്കണമെന്നുണ്ടാവൂല, എന്താണ് തൊട്ടടുത്ത സമയത്ത് നിസ്കരിച്ചാലും മതി. ഇനി അടുത്തതാണ് എന്താണ് നെഹി. നെഹിക്ക് ഉദാഹരണം എന്താണ്, ലാ തുദിഇസ് സ്വലാ, ഈ നിസ്കാരം നഷ്ടപ്പെടുത്തതേ എന്ന് പറയാണ്. അതായത് ചിലപ്പോ അസ്ർ നിസ്കാരം ഖളാ ആകാൻ സമയമായി വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ളുഹർ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഇപ്പൊ മിക്കവാറും അസ്ർ ഖളാ ആക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്ത് ഉമ്മാക്ക് മനസ്സിലാക്കും. ഉമ്മ മോനോട് പറയാ എന്താണ്, മോനെ കളിക്കുന്നതൊക്കെ ശരിയാണ്, ലാ തുദിഇസ് സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചേക്കരുതേ എന്ന് പറയാണ്. ഓക്കെ, ചിലപ്പോ അപ്പൊ തന്നെ നടക്കൂല, ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. ഇനി മറ്റൊരു ചോദ്യമാണ്, ഹൽ തുദിഇസ് സ്വലാത്ത്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനാണോ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായോ? ഇനി അടുത്തത് ഒന്നാണ് തമന്നി. തമന്നി എന്ന് വെച്ചാൽ ആഗ്രഹം പറയലാണ്. ലൈതനി അഊദു സ്വഈറൻ, ഞാൻ അഊദു സ്വഈറൻ, എന്റെ ചെറുപ്പത്തിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ്, ഒരിക്കൽ നടക്കുവോ, സാധനം നടക്കുവോ? ചെറുപ്പത്തിലേക്ക് മടങ്ങാൻ പറ്റുമോ നമുക്ക്? ഇല്ല, പറ്റോ? ഇല്ല, അതൊരു ആഗ്രഹമാണ്. പക്ഷെ ചെറുപ്പത്തിലേക്ക് മടങ്ങാറുണ്ട്. ഇപ്പൊ ഞാൻ എന്നും പറയാറുണ്ട്, ഞാൻ മധുര 17കാരനാണെന്ന് പറയാറുണ്ട്. ഇന്നലെ ഒരു രസകരമായ സംഭവം നടന്നു, ഡിപ്പാർട്ട്മെന്റ് സംഭവം നടന്നു. അത് അതുപോലെ തന്നെ ഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ആഗ്രഹം തന്നെയാണ് ഇന്നും ചെറിയ കുട്ടിയായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. അടുത്ത നിദാണ്. നിദാ എന്ന് വെച്ചാൽ എന്താണ്, വിളികളാണ്. യാ സെയ്ദ്, യാ ആംർ, യാ ഉമർ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരാളെ വിളിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇൻഷാഉ തൊലബിക്ക് ഉദാഹരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. ഡേഷ് ഹുവ അൽ ജംഉ ബൈന കലിമതൈനി മുതലാദതൈനി ഫിൽ മഅന. ഒരു ആശയത്തില് 2 പദങ്ങളും അതിന്റെ ഓപ്പോസിറ്റുകളും ഒരുമിച്ച് വരുന്നത് എന്തെയാണ് പറയുന്നത്? തഷ്ബീഹ് എന്ന് പറയോ, ജിനാസ് എന്ന് പറയോ, ഇസ്തിആറ എന്ന് പറയോ, തിബാഖ് എന്ന് പറയോ? 2 പദങ്ങളും അതിന്റെ ഓപ്പോസിറ്റുകളും വരുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? നമുക്ക് നോക്കാം. തിബാഖ് എന്ന് പറയാൽ ജംഉ ബൈന ഷൈഇനി വളിദ്ദിഹി ഫിൽ കലാം, അതിനെയാണ് നമ്മൾ ഒന്ന് മാറ്റി പറഞ്ഞത് അൽ ജംഉ ബൈന കലിമതൈനി മുതലാദിതൈനി ഫിൽ മഅന എന്നുള്ളത്. ഓക്കെ, തിബാഖ് എന്നുള്ളത് അൽ ജംഉ ബൈന ഷൈഇ വളിദ്ദിഹി ഫിൽ കലാം, ഒരു 2 കാര്യങ്ങളെയോ അതിന്റെ ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിനെ എന്ത് ചെയ്യലാണ്, ഒരു കലാമിൽ ഒരുമിച്ച് കൂട്ടുന്നതിനാണ് നമ്മൾ തിബാഖ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വതഹ്സബഹും ഐഖാൽ, എന്താണ്, അവരെ നിങ്ങൾ കരുതും, എങ്ങനെയാണ്, ഉണർന്നിരിക്കുന്നവരായി കരുതും, പക്ഷേ വഹും റുകൂദ്, അവർ ഉറങ്ങുന്നവരാണ് എന്ന് പറയാണ്. ഇവിടെ എന്താണ്, ഐഖാൽ അതേപോലെ തന്നെ റുകൂദ്. അവര് നിങ്ങൾ കരുതുന്ന എന്താണ്, അവര് ഉണർന്നിരിക്കുന്നവരാണ് എന്ന്, പക്ഷെ അവരെന്താണ്, ഉറങ്ങുന്നവരാണ് എന്ന് പറയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ തിബാഖ് എന്ന് നമ്മൾ പറയാറുള്ളത്. അത് 2 രൂപത്തിലുണ്ട്. ഒന്ന് തിബാഖുൽ ഈജാബി ഉണ്ട്, മറ്റൊന്ന് തിബാഖുൽ സൽബിയും എന്നുള്ളതുണ്ട്. എന്താണ് തിബാഖുൽ ഈജാബി എന്ന് നമുക്ക് നോക്കാം. എന്താണ് തിബാഖുൽ ഈജാബി, എന്താണ് തിബാഖുൽ സൽബി? തിബാഖുൽ ഈജാബി എന്ന് പറയുന്നത് വഹുവ മാലം യഖ്തലിഫു ഫിഹി ളിദ്ദാനി ഈജാബിയൻ വ സൽബിയൻ, ഒരു പദത്തില് ഒന്നുകിൽ 2 പോസിറ്റീവായ പദമായിരിക്കും, അല്ലെങ്കിൽ 2 നെഗറ്റീവായ പദമായിരിക്കും. ഇതിനെയാണ് നമ്മൾ തിബാഖുൽ ഈജാബി എന്ന് പറയാം. ഉദാഹരണത്തിന്
വതഹ്സബഹും ഐഖാലൻ വഹും റുകൂദ്. വതഹ്സബഹും അവർ നിങ്ങളെ കുറിച്ച് കരുതും, ഐഖാലൻ ഉണർന്നിരിക്കുന്നവരായിട്ട്, വഹും റുകൂദ് പക്ഷെ അവരെന്താണ്, ഉറങ്ങുന്നവരാണ് എന്ന് പറയാൻ. ഇവിടെ പോസിറ്റീവായ പദമാണോ നെഗറ്റീവായ പദമാണോ ഉള്ളത്? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി പോസിറ്റീവായ പദമാണെന്ന്? എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി പോസിറ്റീവായ പദമാണെന്നുള്ളത്? എങ്ങനെ? ലാ ഇല്ല അല്ലെ, നെഗറ്റീവ് നിഫീന്റെ ലായോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായി അത് പോസിറ്റീവായ പദമാണ് എന്നുള്ളത്. അപ്പം എന്താണ് ഐക്കാദ് റുകൂദ് എന്നുള്ളത് എന്താണ്, തിബാക്കുൽ ഈജാബിക്ക് ഉദാഹരണം. അതുപോലെ പറയാണ് ലാ യമൂതു ഫിഹാ വലാ യഹിയ, അവരവിടെ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറയാണ്. ഇവിടെ എന്താണ്, തിബാക്കുൽ ഈജാബിയാണോ തിബാക്കുൽ സൽബിയാണോ? തിബാക്കുൽ സൽബിയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ രണ്ട് നെഗറ്റീവായി വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ? തിബാക്ക് സൽബി ആക്കും അല്ലെ? ആര് പറഞ്ഞു? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകിൽ രണ്ട് പോസിറ്റീവ് ആകണം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവും വരണം. ഇപ്പൊ രണ്ട് നെഗറ്റീവ് വന്നാൽ രണ്ട് പോസിറ്റീവ് വന്നാൽ എന്താണ്? പോസിറ്റീവാണ്. ഇതൊരു മാത്തമാറ്റിക്കൽ സാധനം കൂടിയാണ് കേട്ടോ. രണ്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാലും രണ്ട് നെഗറ്റീവ് വന്നാലും സം എപ്പോഴും പോസിറ്റീവിലേ പറയാവുള്ളൂ. അത് മാത്സ് കൂടിയാണ്. ഓക്കെ, മാത്സ് അറിയാവുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഇപ്പൊ അടുത്തൊരു ഉദാഹരണം നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇനി തിബാക്കുൽ ഈജാബി അല്ലെങ്കിൽ തിബാക്കുൽ സൽബി എന്തെന്ന് പറയും? യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ഇവിടെ നോക്ക്, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവർക്ക് കഴിയും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവർക്ക് കഴിയുകയില്ല. ഇത് എന്തുകൊണ്ട് സൽബിയായി നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യത്തെ വാക്കേ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? യസ്തഖ്ഫൂന, അവർ മറച്ചു പിടിക്കും. വലാ യസ്തഖ്ഫൂന, അവർ മറച്ചു പിടിക്കാൻ കഴിയില്ല. ഇവിടെ യസ്തഖ്ഫൂന ലാ യസ്തഖ്ഫൂന. ഇവിടെയാണ് എന്ത്, തിബാക്കു സൽബ് വരുന്നത്. ഒന്ന് പോസിറ്റീവായ പദമാണ്, മറ്റൊന്ന് നെഗറ്റീവായ പദമാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് തിബാക്കുൽ ഈജാബി എന്നും തിബാക്കു സൽബി എന്ന് മനസ്സിലായോ? തിബാക്കു സൽബി എന്ന് പറയുന്നത് വഹുവ മാ ഇഖ്തലഫ ഫീഹി ളിദ്ദാനി ഈജാബൻ വസൽബൻ. എന്താണ് അതൊന്നാണ്, ഇഖ്തലഫ ഫീഹി അതിന്റെ അകത്ത് വ്യത്യാസപ്പെടുന്നു, അൽഇദ്ദാനി രണ്ട് പോസിറ്റീവ് പദങ്ങൾ, ഈജാബൻ വസൽബൻ ഒന്നുകിൽ ഒന്ന് പോസിറ്റീവ് ആകും അല്ലെങ്കിൽ മറ്റൊന്ന് നെഗറ്റീവ് ആകും എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ തിബാക്കുൽ ഈജാബി വരുന്നിടത്ത് എങ്ങനെയാണ്, ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആകും അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ. സത്യത്തിൽ ബുഹൂർ ഷിഅരിയത്തുൽ അറബിയ, അറബ് കവിതകളുടെ ബഹറുകൾ എത്രണ്ണമാണ്? ഞാൻ ക്ലാസ് എടുക്കുന്നിടത്ത് എൻ്റെ ഒരു കുട്ടികളോട് ഞാൻ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് അറബികൾക്ക് എത്ര ബഹറുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പം അവര് പറഞ്ഞത് അവർക്ക് ഒരു ബഹർ മാത്രമേ അറിയാം. ഞാൻ ചോദിച്ചു, ഒരു ബഹറേ ഉള്ളൂ? അതെ, ഒരു ബഹറേ ഉള്ളൂ സാറേ, അതിനെയാണ് നമ്മൾ അറബിക്കടൽ എന്ന് പറയുന്നത്. കേട്ടോ, അറേബ്യൻ കടകളായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ബഹറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, കവിതയിലുള്ള അല്ല, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അദദുൽ ബുഹൂരി ഷിഅരിയത്തുൽ അറബിയ, അറബി കവിതയിലുള്ള ബഹറുകൾ. ചിലപ്പോ നമ്മള് ഈ നല്ല ടെൻഷനൊക്കെ അടിച്ചിട്ടായിരിക്കും എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് ബഹർന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞ കടലായിരിക്കും. ആ കടല് നിങ്ങൾ പറയല്ലേ കേട്ടോ. ശരി, കാരണം ഇംറുൽ കൈസിനൊക്കെ കുറിച്ചിട്ടൊക്കെ പറയണം അല്ലെ. ഇവിടെ ഉത്തരം നോക്കിയൊക്കെ ഓപ്ഷൻ ഡി ആണ് കൊടുത്തത്, ഞാനല്ല. ആൻസർ കീയിൽ വന്നത് ഡി ആണ്. അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഏതാണ്, ഓപ്ഷൻ ബി ആണ് കൊണ്ട് ചലഞ്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇത് ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദി ആണ് എന്ത് ചെയ്യുന്നത്, ഇൽമുൽ അറൂദ് വെക്കുന്നത്. ഇൽമുൽ അറൂദ് എന്താണെന്നൊന്നും ചർച്ച ചെയ്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. എന്താണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്? മൽ മുറാദ് ബി ഇൽമുൽ അറൂദ്? സ്വഹീഹി ഔസാൻ ഷിഅരി വ ഫാസിദുഹ എന്നുള്ളതാണ് അല്ലെ. വസിനിന്റെ കവിതകളുടെ വസനുകൾ ശരിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ
സിഹാഫ്, ഇഴല് ഒക്കെ കണ്ടെത്തുന്നതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? നമ്മൾ അങ്ങനെയല്ലേ ഇൽമുൽ അറൂദിന്റെ ഡെഫിനേഷൻ പഠിച്ചത്? അറബിക് കവിതയിലെ വസനുകൾ ശരിയാണോ, അതിന്റെ അകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? യെസ്. ഇതിനെ കണ്ടുപിടിക്കുന്നത് ആരാണ്? ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദിയാണ്. അദ്ദേഹം കണ്ടുപിടിക്കുന്ന സമയത്ത് 15 ബഹറുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ എന്താണ് വിദ്യാർത്ഥിയായിട്ടുള്ള അഹ്ഫഷുൽ മുത്തവസിത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് ബഹറുൽ മുത്തദാരിക് അല്ലെങ്കിൽ ബഹറുൽ ഹബീബ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 16 ബഹറുകളാണ് ഉള്ളത്. ഇതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അബൂ ത്വാഹിർ അൽ ബൈലാവി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബഹറുകളൊക്കെ തന്നെ ഒരൊറ്റ വരികളിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഈ 2 വരി പഠിച്ചു കഴിഞ്ഞാൽ 16 വരിയിലെ 16 ബഹറുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് സമയമില്ല, ജസ്റ്റ് വായിച്ചു മാത്രം പോകാം. ഒന്നാമത്തെ ബഹർ തൊബീലാണ്. ഓക്കെ, നമ്മള് കൂടുതൽ അറബി കവിതകൾ നമ്മൾ കാണുന്ന ഒരു ബഹർ എന്ന് പറയുമ്പോൾ ഇംപ്രൂവൈസിന്റെ മുകളിലൊക്കെ തൊബീല ബഹറിലാണ്, അല്ലെ? അല്ലെ, നമ്മൾ പഠിച്ച ഒരു സാധനമാണ്. പിന്നെ അടുത്തത് ലി മദീദ് ശിഅരി അൻദി സിഫാത്തുൻ ഫായിലാത്തുൻ ഫായിലുൻ ഫായിലാത്തുൻ. അടുത്തത് ഇന്നൽ ബസീത്താണ്. ഇന്നൽ ബസീത്ത് ഒക്കെ പറയുമ്പോ ഇന്നൽ ബസീത ലദൈഹി യബ്സിതുൽ അമലു മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫഇലു. അതുപോലെ വാഫിർ നോക്കാം. വാഫിർ എന്ന് പറയും ബുഹൂരി ശിഇ വാഫിറുഹാ ജമീലു മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലു. ഓക്കെ, അതേപോലെയാണ് അടുത്ത കാമിൽ വരുന്നത്. കമുലൽ ജമാലു മിനൽ ബുഹൂരിൽ കാമിലു മുതഫായിലുൻ മുതഫായിലുൻ മുതഫായിലു എന്നാണ് കാമിൽ വരുന്നത്. അതേപോലെയാണ് സത്യത്തിലെ റജ്സും എന്ന ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഫി അബ്ഹുരിൽ അർജാസി ബഹ്റുൻ യസ്ഹുലു മുസ്തഫിലുൻ മുസ്തഫിലുൻ മുസ്തഫിലു എന്നാണ് പറയുന്നത്. പിന്നെ ഹജ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്പീഡ് വരുന്ന ബഹറാണ്. അലൽ അഹ്സാദി തസ്ഹീലു മഫായിലുൻ മഫായിലു എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഹജ്ജ് നമ്മൾ പാടാറുള്ളത്. പിന്നെ റംലാണ്. റംല് എന്ന് പറയുന്നത് ഫായിലാത്തുൻ ഫായിലാത്തുൻ ഫായിലാത്തുൻ. ഏകദേശം ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പാടിയിട്ടുള്ള ഏത് ബഹർ പോലെ തന്നെയാണ്, കാമിലക്ക പോലെ തന്നെയാണ് ഈ പറഞ്ഞ റംലും വരുന്നത്. പിന്നെ സെരി എന്ന് പറയുന്നത് ബഹറുൻ സെരിഉൻ മാ ലഹു സാഹിലുൻ മുസ്തഫിലുൻ മുസ്തഫിലുൻ ഫായിലു എന്നുള്ളതാണ്. മുൻസരിഹ് എന്ന് പറയുന്നത് മുസ്തഫിലുൻ ഫായിലാത്തുൻ മുഫ്തഇലു എന്നുള്ളതാണ്. പിന്നെ ഖഫീഫ് എന്ന് പറയുന്നത് ഫായിലാത്തുൻ മുസ്തഫിലുൻ ഫായിലാത്തു എന്നുള്ളത്. അതിന്റെയൊക്കെ എന്താണ് തഫ്ഈലുകൾ നല്ലോണം പഠിച്ചു വെക്കണം കേട്ടോ. മുദാരി എന്ന് പറയുന്നത് തുഇദ്ദുൽ മുളാറഅത്ത് മഫായിലുൻ ഫായിലാത്തു എന്നുള്ളതാണ്. അതുപോലെ ഇക്തലിബ് എന്ന് പറയുന്നത് ഇക്തലിബ് കമാ സഅലു ഫായിലാത്തു മുഫ്തഇലു എന്നുള്ളതാണ്. ഇജ്തസ് എന്ന് പറയുന്നത് ഇൻജിത്തസത്തിൽ ഹറകാത്തു മുസ്തഫിലുൻ ഫായിലാത്തു എന്നുള്ളതാണ്. പിന്നെ മുത്തഖാരിബ് എന്ന് പറയുന്നത് അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീലു ഫഊലുൻ 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 ഫഊലു എന്ന് നമുക്ക് വേണമെങ്കിൽ പാടാം. പിന്നെ മുത്തദാരിക് എന്ന് പറയുന്നത് ഹറകാത്തുൽ മുഹദസി തൻതകിലു ഫഇലുൻ 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 ഫഇലു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പാടാൻ പറ്റും. ഇതില് മുത്തദാരിക് എന്നുള്ളതാണ് ആരുടെ ബഹർ? അതാണ് ആര് കണ്ടുപിടിച്ചത് ബഹർ മുത്തദാരിക്? മുത്തദാരിക് ആര് കണ്ടുപിടിച്ചതാ? അഖ്ഫശ് കണ്ടുപിടിച്ച ബഹർ എന്ന് പറയുന്നത് മുത്തദാരിക്കാണ്. യെസ്, ഓക്കെ.
അൽ അറൂദു ആഖിറു ജുസ്ഉ മിൻ സദർ. ഓക്കെ, ഒരു ബൈത്തു ഷിറിലെ അവസാനത്തെ എന്താണ്, സദറിന്റെ അവസാന ഭാഗമാണ് അറൂദ് എന്ന് പറയുന്നത്. എന്നാൽ അജിസിന്റെ അവസാന ഭാഗം ഏതാണ്? കാഫിയാണോ, ലർബാണോ, ബത്തദാണോ, ഫാസിലയാണോ? ടൈപ്പ് ചെയ്തോ? യെസ്, നമുക്ക് നോക്കാം. ലർബാണ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ലർബാണ്. അപ്പൊ നമുക്ക് ഒരു കവിതയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സുദറും അജിസും ലർബും ഹഷും ഒക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോ ഇംറുൽ ഖൈസിന്റെ തന്നെ കവിത നമുക്ക് എടുക്കല്ലേ. ഇഫ നബിക്ക് മിന്ദിക്കറ ഹബീബിൻ വ മൻസിലി ബിസിക്കത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി എന്ന് പറയുന്ന 2 വരികൾ. ഇവിടെ ഒന്നാമത്തെ വരിക്ക് നമ്മൾ സുദർ എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ മുസ്രിഇന് നമ്മൾ സുദർ എന്ന് പറയും. രണ്ടാമത്തെ മുസാരിഇന് നമ്മൾ എന്ത് ചെയ്യും? അജിസ് എന്ന് പറയും. ഈ വരികൾക്ക് നമ്മൾ മുസാരി എന്നാണ് പറയാറുള്ളത്. മുസാരിഉൽ അവ്വല്, മുസാരിഉൽ സാനി, മുസാരിഉൽ സാലിസ്, മുസാരിഉൽ റാബി എന്നായിരിക്കും. അപ്പം ഒന്നാമത്തെ വരിക്ക് നമ്മൾ സുദർ എന്നും രണ്ടാമത്തെ മുസാരിഇന് അജിസ് എന്ന് പറയാം. ഇനി സുദർ എന്ന് പറയുന്നതിന്റെ സുദറിന്റെ അവസാനത്തെ വരിക്കാണ്, അവസാനത്തെ വാക്കിനാണ് നമ്മൾ അറൂദ് എന്ന് പറയുന്നത്. ഇപ്പം ഖിഫ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വ മൻസിലിൻ എന്ന് പറയുന്ന ഹബീബിൻ വ മൻസിലിൻ എന്ന് പറയുന്നിടത്താണ് എന്ത് വരുന്നത്? സുദർ വരുന്നത്. അല്ല സോറി, അറൂദ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു സുദറിന്റെ അവസാനത്തതിനാണ് നമ്മൾ അറൂദ് എന്ന് പറയാം. ലർബ് എന്ന് പറയുന്നത് അജിസിന്റെ അവസാനത്തെ ഭാഗമാണ്. ഇപ്പം ഫഹൗമലി എന്ന് പറയുന്നിടത്ത് ലർബ് പറയുന്നത് എവിടെയാണ്? ഹൗമൽ എന്ന് പറയുന്ന വാക്കിലാണ് എന്ത് വരുന്നത്? ലർബ് വരുന്നത്. അജിസിന്റെ അവസാനത്തെ വാക്കിനാണ് നമ്മൾ ലർബ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കണം, അറൂലും ലർബുമല്ലാത്ത കവിതയിലെ ബാക്കി ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഹഷുവ് എന്ന് പറയാറുള്ളത്. എന്ത് പറയും? ഹഷുവ് എന്ന് പറയും. ഇപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞ സുദറാണ്. സുദർ എന്ന് പറഞ്ഞ മുസാരിഉൽ അവ്വൽ ഫിൽ ബൈത്ത്. രണ്ടാമത്തത് അജിസ് ആണ്, അത് മുസാരിഉൽ സാനിയാണ്. ഇനി അറൂദ് എന്ന് പറയുന്നത് സുദറുൽ ബൈത്തിന്റെ അവസാനത്തിനെയാണ്. അജിസ് എന്ന് പറയുന്നത് എന്താണ്, സോറി, ലർബ് എന്ന് പറയുന്നത് അജിസുൽ ബൈത്തിന്റെ അവസാനത്തിനെയാണ്. അറൂദും ലർബും അല്ലാത്ത ബാക്കി ഭാഗങ്ങളെയാണ് നമ്മൾ ഹഷുവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് സുദർ, എന്താണ് അജിസ്, എന്താണ് ലർബ്, എന്താണ് അറൂദ്, എന്താണ് ഹഷുവ്? മനസ്സിലായോ? ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇബാറത്തൻ അൻ സലാസത്ത് അഹ്റുഫിൻ മുതഹദ്ദിഖത്തുൻ ഫസാക്കിനുൻ. അതായത് 3 ഹർഫുള്ള അക്ഷരാണ്. മുതഹദ്ദിഖത്തുമാണ്, സാക്കിനുമാണ്. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് സാധനം. പെട്ടെന്ന് കത്തൂല. നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് കത്തിയാൽ മതി. ഇവിടെ ആദ്യമേ അവര് കടമെടുത്ത് പറയുന്നുണ്ടെന്നാണ് ഇമാറത്തൻ അനി സലാസത്ത് ഹർഫ്. 3 ഹർഫുകളെ അതിനുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് മുതഹദ്ദിഖത്താണ്. ഫസാക്കിൻ, അതിന് ശേഷം സാക്കിനാണെന്ന് പറയാം. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 മുതഹദ്ദിഖും അതിനുശേഷമാണ് സാക്കിന് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? വത്തദ് എന്ന് പറയാം. ഇനി അതല്ല 3 മുതഹദ്ദിഖും ഒരു സാക്കിനാണെങ്കിൽ ഫാസില സഗറ എന്നും 4 മുതഹദ്ദിഖും ഒരു സാക്കിനാണെങ്കിൽ ഫാസില കുബ്ര എന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ 3 ഹർഫുണ്ട്, 3 മുഹർരിക്കുണ്ട്, അല്ലെ 3 മുതഹദ്ദിഖുണ്ട്, ഫസാക്കിൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫാസില സഗറ എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്നും കൂടി നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇട്ട ചോദ്യമാണ്. എന്താണ്? ഇബാറത്തൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അൻ സലാസത്ത് ഹർഫിൻ, 3 എന്താണ് ഹർഫുകൾ അതിനുള്ള. അതോടുകൂടി ഒരു ഭാഗം കഴിഞ്ഞു. ആ ഒരു ചോദ്യത്തിന് ഒരു ഭാഗം കഴിഞ്ഞു. 3 ഹർഫുകൾ ഉള്ളു, അതോടുകൂടി കഴിഞ്ഞു. ഇനി പറയാണ്
മുത്തഹരിക്കത്തുൻ എന്താണ്? മുത്തഹരിക്കായതാണ്. രണ്ടെണ്ണം മുത്തഹരിക്കാണ്. ഓക്കെ. സാക്കിൻ അതിന് ശേഷം സാക്കിനാണ്. അപ്പൊ നമുക്കറിയാം വത്തതില് രണ്ട് രൂപത്തിലുണ്ട്. വത്ത് മജ്മൂ ഉണ്ട്, വത്തത് മഫ്റൂഖ് ഉണ്ട്. എന്താ വത്തത് മജ്മൂ എന്ന് വെച്ചാൽ എന്താണ്? എന്താ വത്തത് മജ്മൂ എന്ന് വെച്ചാല് 3 ഹർഫുകളുള്ള അല്ലെ? പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ? 3 ഹർഫ്, 2 ഹർക്കത്തും ഒരു സുക്കൂനും. ഇടയിലോ നടുക്കോ ഫ്രണ്ടിലോ? ക്ലിയർ ആയിട്ട് പറയണം. ലാസ്റ്റ്. അതായത് 2 മുത്തഹദ്ദിക്കായ അക്ഷരത്തിന് ശേഷം സാക്കിന് വരിക, അങ്ങനെ പറയണം. ഓക്കെ. എന്താ വത്തത് മഫ്റൂഖ് എന്ന് വെച്ചാല്? 2 മുത്തഹരിക്കിന്റെ ഇടയിൽ സുക്കൂൻ വരുന്നത്, സാക്കിനായ അക്ഷരം വരുന്നത്. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു എന്താണ് സബബുൻ സഖീല, എന്താണ് സബബുൻ ഖഫീഫ, വത്തത് എല്ലാം നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്ന് സബബ്. സബബ് എന്ന് വെച്ചാൽ 2 അക്ഷരം വരുന്നതിനെയാണ് നമ്മൾ സബബ് എന്ന് പറയാം. സബബ് 2 രൂപത്തിലുണ്ട്. സഖീലയുണ്ട്, ഖഫീഫയുണ്ട്. ഉദാഹരണത്തിന് അറ എന്ന് പറയുന്നിടത്ത് എന്താണ്? 2 മുത്തഹദ്ദിക്കായ അക്ഷരങ്ങളാണ് വരുന്നത്. അതുപോലെ ലക്ക, ബിക്ക എന്ന് പറയുന്നിടത്തൊക്കെ എന്താണ്? മുത്തഹദ്ദിക്കായിട്ടുള്ള 2 ഹർക്കത്തുകളാണ് വരുന്നത്. അതിന് സബബുൻ സഖീല എന്ന് നമ്മൾ പറയാറുണ്ട്. ഹഫീഫ എന്ന് പറയുന്നതാണ് ഒരു മുത്തഹദ്ദിക്കും ഒരു സാക്കിനായ അക്ഷരത്തെയാണ് നമ്മൾ ഹഫീഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ലം, ഹബ്, ലെൻ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളാണ് ഈ പറഞ്ഞ ഹഫീഫിന് ഉദാഹരണമാണ്. ഇനി വത്തത് മജ്മു ആണ്. ഓക്കെ, വത്തത് മജ്മു ആണ്. അതിനെന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെ അക്ഷരം എന്താണ്? മുത്തഹദ്ദിക്കായിരിക്കും. മൂന്നാമത്തെ അക്ഷരം സാക്കിനായിരിക്കും. ഉദാഹരണത്തിന് അല, മഷ, നഅം എന്ന അക്ഷരങ്ങളൊക്കെ എന്താണ്? ഈ പറഞ്ഞ വത്തത് മജ്മുഇന് ഉദാഹരണമാണ്. ഇപ്പൊ മഷ എങ്ങനെയാണ് വത്തത് മജ്മു ആയത്? മഷ എങ്ങനെ വത്തത് മജ്മു ആയി? 2 ഹർക്കത്തും ഒരു സുക്കൂനും. യെസ്, അവസാനത്തെ അക്ഷരത്തിന് എന്താണ്? സുക്കൂനാണ്. വത്തത് മഫ്റൂഖ് എന്ന് പറയുന്നത് എന്താണ്? 2 മുത്തഹദ്ദിക്കായ അക്ഷരങ്ങൾക്കിനിടയിൽ ഒരു സുക്കൂന അക്ഷരം വരും. ഇപ്പൊ ഉദാഹരണത്തിന് ലഹിരി, ഖാമ, ഹദ്ദ. ഹദ്ദ എങ്ങനെയാണ് എന്താണ് വത്തത് മഫ്റൂഖ് ആണത്? ഹദ്ദ എങ്ങനെ വത്തത് മഫ്റൂഖ് ആവും? ഹദ്ദ എന്ന് പറയുമ്പോ നമ്മള് കിതാബത്തിൽ അറൂദിയ പഠിക്കുന്നിടത്ത് പറയുന്നുണ്ട്. എന്താണ്? ഇല്ല, മദ് വരുന്നിടത്ത് എന്താണ്? ഒന്ന് സുക്കൂനും ഒന്ന് മുത്തഹദ്ദിക്കും ആയിരിക്കും അല്ലെ? മദ്ദൊക്കെ എന്താണ്? ഒന്ന് മുത്തഹദ്ദിക്കും ഒന്ന് സുക്കൂനാണ് അല്ലെ? അപ്പം ഹദ്ദ, അതുപോലെ കുന്ത, ഇതൊക്കെ എന്താണ്? മത്തത് മഫ്റൂഖിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആണോ? ഇനി എന്താണ് മത്തത് മജ്മു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഫ്റൂഖ് എന്ന് പറഞ്ഞു. ഇനി ഫാസിൽ എന്താ നോക്കാം. തതഅല്ലഫു ഫി 4 അർഫുഫിൻ, 4 ഹർഫുകൾ ഉള്ളതാണ്. അസ്സലാസത്തുൽ ഊല മിൻഹ മുത്തഹദ്ദിഖത്തുൻ, ഇതിൽ ഒന്നാമത്തെ 3 അക്ഷരങ്ങൾ മുത്തഹദ്ദിക്കും, അതിനുശേഷമാണ് സാക്കിൻ വരാറുള്ളത്. ഇത് മുറക്കബത്തൻ സബബൻ സഖീലൻ സബബൻ ഖഫീഫൻ. ഇത് നമുക്ക് ഫാസില സഗറ നമുക്ക് ഇങ്ങനെയും പഠിച്ചു വെക്കാം. അതായത് ഒരു സബബ് സഖീലും ഒരു സബബ് ഖഫീഫും കൂടി ചേർന്ന് വരുന്നതാണ് നമ്മൾ ഫാസില സഗറ എന്ന് പറയാറുള്ളത്. ഒരക്ഷരത്തില് ഒരു സബബ് സഖീലും ഒരു സബബ് ഖഫീഫും ചേർന്ന് വന്നാൽ നമ്മൾ അതിനെ പറയുന്നത് ഫാസില സഗറ എന്നായിരിക്കും. ഉദാഹരണത്തിന് ജബലിൻ, ജബലിൻ എന്ന് പറയുന്നിടത്ത് ലഇബ്തു, 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 അതുപോലെ ഫരിഹ്തു, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഫാസില സഗറയ്ക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ളതാണ്. ഇനി ഫാസില കുബ്ര, അൽ ഫാസിലത്തുൽ കുബ്ര തതഅല്ലഫു ഫി 5 അഹ്റുഫിൻ, 5 അക്ഷരങ്ങൾ ഉള്ളതിനെയാണ് ഫാസിലത്തുൽ കുബ്ര എന്ന് പറയുന്നത്. അർബഅത്തുൽ ഊല മുത്തഹദ്ദിക, അതിൽ 4 എണ്ണം മുത്തഹദ്ദിക ആയിരിക്കും. വയലിഹ സാക്കിൻ, അതിനിടയിൽ എന്താ? അതിനുശേഷം സാക്കിനായ അക്ഷരം വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഒരു സബബ് സഖീലും ഒരു വത്തത് മജ്മുഉമാണ് എന്ത് ചെയ്യുന്നത്? ഫാസിലത്തുൽ കുബ്ര എന്ന് പറയുന്നത്. ഒരു സബബ് സഖീലും ഒരു വത്തത് മജ്മുഉമാണ്. ഉദാഹരണത്തിന് സമകത്തുൻ, സമകത്തുൻ, തുൻ എന്ന് പറയുന്നിടത്ത് എന്താണ്? തുൻ എന്ന് പറയുമ്പോ തന്നെ സമകത്തു എന്ന് പറയുന്ന സബബ് സഖീല്, സമകത്തുൻ എന്ന് പറയുന്നിടത്ത് വത്തത് മജ്മുആണ്. അതുപോലെ ബറക്കത്തുൻ എന്ന് പറയുന്നിടത്ത് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ ഫാസിലത്തുൽ കുബ്രയാണ്. മനസ്സിലായോ? ഇനി ഒരു പ്രശ്നമുണ്ട്. ഫാസിലത്തുൽ കുബ്ര എന്ന് പറയുന്ന സാധനം ഒരു അറബി കവിതയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അറബി കവിതയുടെ കബീഹ്, വളരെ മോശം, ആ കവിതയിൽ മോശമുണ്ട് എന്നാണ് നാക്കിദീങ്ങൾ വാദിച്ചിട്ടുള്ളത്. അതായത് ഫാസിലത്തുൽ കുബ്ര വരാതെ ഇരിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്?
ഒരു അറബി കവി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇൽമുൽ അറൂലുമായി ബന്ധപ്പെട്ട എന്താണ് പണ്ഡിതന്മാരുടെയൊക്കെ പ്രബല അഭിപ്രായം എന്ന് മനസ്സിലാക്കാം. ഇത് നമുക്ക് വളരെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റിലൂടെ പഠിക്കാം. ലം അറ അലാ ലോഹിരി ജബലിൻ സമക്കത്തുൻ, അല്ലെ? ലം എന്ന് വെച്ചാൽ എന്താണ്? സബബുൻ ഖഫീഫ്, അറ സബബ് സഖീല്, അല വത്തദ് മജ്മുഅ, ലോഹരി അല്ലെ സബബുൻ ഖഫ് എന്താണ്? ലോഹിരി എന്നാണ്. അപ്പം ഒരു മുതഹരിക്ക് ഒരു സാക്കിന് ഒരു മുതഹരിക്ക് എന്നുള്ളതാണ്. അപ്പം അത് പിന്നെ അതുപോലെ അതെന്താണ്? വത്തദ് മജ്മുഅ വത്തദ് മഫ്റൂഖാണ്. ജബലിൻ എന്ന് പറയുന്നിടത്ത് ഏതാണ് വരുന്നത്? ജബലിൻ ജബലിൻ ഫാസിലത്തുൻ സുഗറ. സമക്കത്തുൻ എന്ന് പറയുന്നത് ഫാസിലൽ കുബ്റയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാൻ. അടുത്തത് നോക്കിക്കേ, ഇത് ഏത് ബഹറിലുള്ള വരെയാണ്? യമാമത്തു കാനത്തു ബിഅലാ ഷജറ ആമിനത്തു ഫിഉഷിഹ മുസ്തതീറ. ഒന്ന് പാടി നോക്ക്. മദീദിന്റെ ബഹർ എങ്ങനെയാണ്? ഒന്ന് പാടി നോക്കി, കിട്ടോ നോക്കി. കിട്ടുന്നുണ്ടോ? ഇതൊന്ന് ആൻസർ ചെയ്യോ, പെട്ടെന്ന് ആൻസർ ചെയ്യോ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഇത് റജിസിന് ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ, ഇത് റജിസ് ആണ്. റജിസ് എങ്ങനെയാണ് വരുന്നത്? ഫിൽ അബ്ഹുരിൽ അർജാസു ബഹ്റുൻ യസ്ജുലു, അല്ലേ? അങ്ങനെയല്ലേ? ഒന്ന് പാടി നോക്കി. യമാമതു കാനതു ബിഅല ശജറതി ആമീനതുൻ ഫി ഉഷിഹാ മുസ്തതിറ. ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലേ? പാടി നോക്കിയാൽ മതി കേട്ടോ, കിട്ടും. അടുത്തത് നോക്കിക്കേ. മുസ്തഫയിലൊന്ന് വരുമ്പോൾ എങ്ങനെ? മുസ്തഫിലുൻ ഇത് യമാമത്തു കാനത്തു ബിഅല ഷജറത്തി. ചിലയിടത്ത് എന്തെന്നറിയോ? ഈ പറഞ്ഞ ഇത് വരാറുണ്ട്, ഇല്ലത്ത് വരാറുണ്ട്. നമ്മള് സിഹാഫും ഇലലും സംഭവിച്ച എന്തെയും അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരും. ഞാൻ ഈ ബൈത്ത് ശ്രദ്ധിച്ച് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കിതാബത്തുൽ അറൂദ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ വോയിസ് അയച്ചേക്കാട്ടെ, അത് എന്തുകൊണ്ടാണ് റജിസായി എന്നുള്ളത്. ഞാൻ ഇന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇന്നെ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. ഇഖ്തർ മിനൽ അബിയാത്ത് താലിയ ബൈത്തൻ ഫിൽ ബഹറിൽ ബസീറ്റ്. ഏതാണ് വരുന്നത്? കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം അല്ലെ? എന്തായാലും ഉത്തരം നോക്കാം. ഇത് ബസീത്ത് ബഹറുമായി ബന്ധപ്പെട്ട ഇതാണ്. ഒന്നാമത്തെ വരി ബസീത്ത് തന്നെയാണ്. രണ്ടാമത്തെ അജിസ് എന്ന് പറയുന്നത് കബീഹുൽ ബസീത്താണ്. ഉദാഹരണത്തിന് ഇന്നനൽ അർള മിബഅറു ലിലാലിഹിഖദിൻ അബസു എന്നാണ് നമ്മൾ ചെയ്യുക. മുസ്തഫില്
ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലുൻ. അടുത്തത് മഫാഇലുൻ ഫഇലുൻ മഫാഇലുൻ ഫഇലുൻ. ഇത് എന്താണ് ബസീത്തിന്റെ കബീഹ് ആയിട്ടുള്ള ഒരു രൂപമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് വരുന്നത്. അതായത് ഒന്നാമത്തതില് അറൂദിൽ അവ്വലിൽ എന്താ ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടും ഹുബിന് സംഭവിക്കുന്നുണ്ട്. ഹുബിന് എന്ന് വെച്ചാൽ എന്താണ്? ഹുബിന് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചതല്ലേ എന്താണ് ഹുബിന് എന്നൊക്കെ? ഹുബിന്, വക്സ്, ഇളുമാര, തൊയ്യ്, ഹുബിന് എന്നൊക്കെ നമ്മള് പഠിച്ചതല്ലേ? ഹുബിന് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ സാക്കിനായ അക്ഷരത്തെ കളയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹുബിലിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫായിലുൻ എന്ന് പറയുന്നിടത്ത് ഫായിലുൻ എന്നാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹുബിൻ എന്ന് പറയുന്നത്. അപ്പം ഹുബിന് സംഭവിച്ചതാണ് മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ എന്ന് പറയേണ്ടിടത്ത് എന്ത് ചെയ്തു മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണോ? ഇന്നനൽ മിബറഅ ലിലാല ഹിക്കദ അബസു. ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, അതാണ് ഈ വരിക്ക് ഉദാഹരണം കേട്ടോ. അപ്പം ഇന്നനൽ അലാമ ബി അർളില്ലാഹി ഖദ അബസു വഫിൽ ഹയാത്തി നിളാമുൻ യദ്രിബുൽ മസല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ബസീത്തായിട്ടുള്ള ബഹറിൻ ഉദാഹരണമായി വരുന്നത്. ബാക്കി നമ്മൾ ഇപ്പൊ ബസീത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള വരികൾ കൂടി കത്തറ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള വരികൾ കൂടി നമുക്ക് കത്തറ ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശുക്രൻ ജസീലൻ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.